ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ നിലനിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സ്ഥിരത നൽകുകയും ഇൻഡെക്സിനെ പലപ്പോഴും പോസിറ്റീവ് ക്ലോസിംഗിലേക്ക് നയിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റി 0.47% ഉയർന്ന് 24,461 ക്ലോസിംഗ് നൽകിയത്. മാർക്കറ്റിൻ്റെ ഷോർട്ട് ടൈമിലേക്കുള്ള ട്രെൻഡ് പോസിറ്റീവായി തുടരും എന്നുള്ള സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. 24,600, 24,800 തുടങ്ങിയ ഹയർ സൈഡിലെ ലെവലുകളാണ് ഇനി മാർക്കറ്റിന് മുന്നിലുള്ള പ്രധാന ഹാഡിലുകൾ. അതേസമയം 24,250 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അദാനി ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്കാണ് അദാനി പോർട്ട്. അദാനി പോർട്ട് 6.2% ഉയർന്ന് 1,346 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 2.91 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.22, ഡിവിഡൻഡ് yield 0.52%. അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കോണമിക് സോൺ എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് ആണ്. ബിസിനസ് അപ്ഡേറ്റിനെ കുറിച്ച് രാവിലത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കമ്പനിയുടെ കാർഗോ വോളിയം ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 37.5 മില്യൺ മെട്രിക് ടണ്ണായി ഉയർന്നു. ഇയർ ഓൺ ഇയറിൽ 4% വളർച്ച. കൂടാതെ കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 21% വർദ്ധിക്കുകയും ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 8% വർദ്ധിക്കുകയും ലോജിസ്റ്റിക് റെയിൽ വോളിയം കപ്പാസിറ്റി 17% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ചെയ്തു. ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 50% വർദ്ധിച്ച് 3,023 കോടിയായി മാറി. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 23% വർദ്ധിച്ച് 8,488 കോടിയായി മാറുകയും എബിറ്റ 24% വർദ്ധിച്ച് 5,006 എത്തുകയും ചെയ്തു. അദാനി പോർട്ടിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 1.5 മുതൽ 2 മടങ്ങ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും 1,550 രൂപയുടെ ടാർഗറ്റ് നൽകി. നവോമ എക്വിറ്റീസ് 1,800 രൂപയുടെ ടാർഗറ്റാണ് അദാനി പോർട്ടിന് നൽകിയിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് ബൈ എന്ന റേറ്റിംഗും 1,475 രൂപയുടെ ടാർഗറ്റ് നൽകി. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 10% അപ്സൈഡുള്ള ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയിരിക്കുന്നത്. അദാനി പോർട്ടിൻ്റെ മാർജിൻ ഇംപ്രൂവ് ആകുന്നതും കോൾ വോളിയത്തോടൊപ്പം തന്നെ നോൺ കോൾ വോളിയത്തിലുണ്ടായിരിക്കുന്ന വർധനവും അദാനി പോർട്ടിൻ്റെ മാർജിനെ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. കൂടാതെ എബിറ്റ 1,700 എന്ന മൈൽ സ്റ്റോൺ കടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1,475 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. അദാനി പോർട്ട് കഴിഞ്ഞ 3 മാസമായി ഹയർ സൈഡിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ പോസിറ്റീവ് ക്ലോസിംഗ് മന്ത്ലി ബേസിസിൽ നൽകുന്ന സ്റ്റോക്കാണ്. കൂടാതെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് സ്റ്റോക്ക് നീങ്ങുകയാണ്. 1,200 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. വരും സമയങ്ങളിൽ 1,200 എന്ന സപ്പോർട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 1,200 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 1,400, 1,500, 1,600 പോലുള്ള ഹയർ സൈഡിലെ ടാർഗറ്റ് നമ്മൾക്ക് ചേസ് ചെയ്യാം. 1,600 ഫർദർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുമുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. രണ്ടാമത്തെ അപ്ഡേറ്റ് റാഡിക്കോ ഖൈതാൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ റാഡിക്കോ ഖൈതാൻ 3% ഉയർന്ന് 2,523 ക്ലോസിംഗ് നൽകി. 33,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 109, ഡിവിഡൻഡ് yield 0.12%. 52 വീക്കിലോ 1,429, 52 വീക്ക് ഹൈ 2,637. റാഡിക്കോ ഖൈതാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ബ്രാൻഡിലൊന്നാണ്. ICICI സെക്യൂരിറ്റീസ് റാഡിക്കോ ഖൈതാന് ബൈ എന്ന റേറ്റിംഗും 2,900 രൂപയുടെ ടാർഗറ്റ് നൽകി. ഏകദേശം 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാനാണ് ICICI സെക്യൂരിറ്റീസ് പറയുന്നത്. കൂടാതെ ഷോർട്ട് ടൈമിലേക്ക് 19% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. പാസ്റ്റ് പെർഫോമൻസും മികച്ചതാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 200% റിട്ടേണും 5 വർഷം കൊണ്ട് 700% റിട്ടേണും 10 വർഷം കൊണ്ട് 1000% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കൂടാതെ വോഡ്ക സെഗ്മെൻറ്റിൽ 60% മാർക്കറ്റ് ഷെയറും ലക്ഷറി ജിൻ സെഗ്മെൻറ്റിൽ 50% മാർക്കറ്റ് ഷെയറുമുള്ള കമ്പനി പലപ്പോഴും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉറപ്പാക്കുകയും ചെയ്യുന്നു. വൈറ്റ് സ്പിരിറ്റ് സെഗ്മെൻറ്റിൽ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഉറപ്പാക്കുന്നുണ്ട്. കൂടാതെ പല പ്രശസ്ത ബ്രാൻഡുകളും ഓൺ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. 8 PM ആഫ്റ്റർ ഡാർക്ക് പ്രസ്റ്റീജ് വിസ്കി തുടങ്ങിയ പല പ്രൊഡക്റ്റുകളും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും.
റാഡിക്കോ ഖെയ്താൻ്റെ 2019-24 ഫിനാൻഷ്യൽ ഇയറിൽ 13% CAGR കൂടിയുള്ള വളർച്ചയാണ് കമ്പനി കൈവരിച്ചത്. ഇതേ CAGR കൂടിയുള്ള വളർച്ച വരും സമയങ്ങളിലും പ്രതീക്ഷിക്കാമെന്നാണ് ICICI സെക്യൂരിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2027 ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 48% ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ സെയിൽസ് വോളിയം 78% ഉയരാനും സാധ്യതയുണ്ട്. ROEയിൽ 11%, ROCയിൽ 10% വളർച്ച പ്രതീക്ഷിക്കാം. ഈ ഫാക്റ്റുകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് റാഡിക്കോ ഖെയ്താനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ICICI സെക്യൂരിറ്റീസ് സജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് റെസിസ്റ്റൻസ് സോണിനടുത്തേക്ക് നീങ്ങുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.